സ്വർണ്ണവില ഇന്നും പോൾ വാൾട്ട് ചാട്ടത്തിൽ. ഒറ്റ ദിവസം പവന് കയറ്റം 5480 രൂപ. പുതുവർഷ പുലരിയിൽ 99,040 നിന്ന പവൻ വില ഇപ്പോൾ 1,14,840. കേരളത്തിൽ ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ഇതാദ്യം. പോളണ്ടിന്റെ കേന്ദ്ര ബാങ്ക് 150 ടൺ വാങ്ങാൻ തീരുമാനിച്ചതും കാരണമെന്ന് സൂചന. ഇവിടെയും നിൽക്കില്ലെന്ന് വിപണി വിദഗ്ധർ. കേന്ദ്ര ബജറ്റിൽ ഇറക്കുമതി തീരുവയിലോ GSTയിലോ മാറ്റം പ്രതീക്ഷിക്കണമെന്ന് പ്രവചനം. ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വ്യാപാര കമ്മി കുറയ്ക്കൽ, വിലവർധന ഇളവ്. ടെലിവിഷൻ ബിസിനസ്സിൽ നിന്ന് മാറ്റം പ്രഖ്യാപിച്ച് ഇലക്ട്രോണിക്സ് ഉപകരണ നിർമ്മാതാക്കളായ ജപ്പാന്റെ സോണി ഗ്രൂപ്പ് കോർപ്പറേഷൻ. ലോകമെമ്പാടും TV വിൽപ്പന ഇടിയുന്നുവെന്ന വാർത്തകൾക്ക് അകമ്പടിയാണിത്. സോണി ഹോം എന്റർടൈൻമെന്റ് വിഭാഗത്തിന്റെ 51% ഓഹരി ചൈനയുടെ TCLന് വിൽക്കും. വി-ഗാർഡ് ഇൻഡസ്ട്രീസിൽ ഓഹരി വിഹിതം വീണ്ടും വർദ്ധിപ്പിച്ച് മുൻനിര അസറ്റ് മാനേജ്മെന്റ് കമ്പനിയായ ICICI പ്രൂഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് 3 മാസം കൊണ്ട് വാങ്ങിയത് 89 ലക്ഷത്തോളം ഓഹരികൾ. ഇപ്പോൾ ആകെ ഓഹരി വിഹിതം 7%. നിർമ്മിത ബുദ്ധിയുടെ പ്രയോജനം വൻകിട ടെക് കമ്പനികൾക്കും സമ്പന്ന രാജ്യങ്ങൾക്കും മാത്രമായാൽ അതൊരു കുമിള മാത്രമാകുമെന്ന മുന്നറിയിപ്പുമായി മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല. ഗുണഫലം ലോകമെമ്പാടും തുല്യമായി വിതരണം ചെയ്തില്ലെങ്കിൽ AI ഒരു താൽക്കാലിക പ്രതിഭാസമായി ഒതുങ്ങുമെന്ന് ദാവോസിലെ ലോക സാമ്പത്തിക ഫോറത്തിൽ സത്യ നദല്ല. ജലപാത വികസനം ലക്ഷ്യമിട്ട് ദേശീയ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ കൗൺസിൽ യോഗം 23-ന് കൊച്ചിയിൽ. ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സൊനോവാൾ പങ്കെടുക്കും. ദേശീയ ജലപാത 3-ന്റെ വികസനം ചർച്ചയാകും. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.